ഉഴുന്നുവടയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 1 കപ്പ് ഉഴുന്ന് 4 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് കഴുകി വെള്ളം വാർന്നെടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് 1/4 കപ്പ്, ഇഞ്ചി പൊടിയായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, മുഴുവൻ കുരുമുളക് 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, കായപ്പൊടി 1/2 ടീസ്പൂൺ, സോഡാപ്പൊടി 1 നുള്ള്, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. നമുക്ക് ആദ്യം ഈ ഉഴുന്നൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. ആവശ്യമെങ്കിൽ അല്പം തളിച്ചു കൊടുത്ത് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ ഉഴുന്ന് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഉഴുന്നിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് പൊടി, കായപ്പൊടി. ഇനി നമുക്ക് കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന സോഡാപ്പൊടിയും കൂടെ ചേർക്കാം. മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വട ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് കുറേശ്ശെ മാവെടുത്ത് കയ്യിൽ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്കിനി ഇത് എണ്ണയിലേക്ക് ഇടാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ആദ്യം ഇട്ടത് നമുക്കൊന്ന് തിരിച്ചിടാം. ഉഴുന്നുവട 2 സൈഡും ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. നമ്മൾ എടുത്ത അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഏകദേശം 12 വട വരെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഉഴുന്നുവട ചമ്മന്തിക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്: തേങ്ങ ചിരകിയത് 3/4 കപ്പ്, ചുവന്നുള്ളി 1 അല്ലി, 1 പച്ചമുളക്, 1/4 കപ്പ് തൈര്, 1/4 കപ്പ് വെള്ളം, പാകത്തിനുള്ള ഉപ്പ്. തൈര് ഒഴിച്ചുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് നരച്ചെടുക്കാം. നമ്മൾ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഉഴുന്നുവടയ്ക്കുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്.